എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലിങ്ങനെ മെഹന്തിയൊക്കെ ഇടണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കൊച്ചിയിലുള്ളൊരു ഐറിങ് ഹെന്ന എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു മോളാണ് വന്നിട്ട് തന്നത്. എനിക്കിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ ഡ്രസ്സ് ഒരു ഡിലേ ആയിട്ടുണ്ട്. അപ്പം മരാഷ് ബോട്ടിക്കിൽ നിന്ന് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ എപ്പോഴും സെലക്ട് ചെയ്യലുണ്ട്. അപ്പം നിയർ ബൈ എനിക്കിപ്പോൾ ഓടിച്ചെന്ന് എൻ്റെ കംഫർട്ട് അനുസരിച്ച് ഡ്രസ്സ് എടുക്കാൻ ഇവർ മാത്രമേ ഉള്ളൂ. ഓൾറെഡി മരാഷിൻ്റെ കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. ഈദിൻ്റെ കളക്ഷനും കൂടി കുറേ വന്നിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ മെഹന്തിയും എനിക്കാണെങ്കിൽ നോക്കാനും പറ്റണില്ല. എനിക്ക് കുറേ ടൈം എടുത്ത് എല്ലാം വേറെ ചെയ്ത് നോക്കിയാലാണ് എനിക്ക് കുറേ കൂടി എന്താ പറയുക ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഇത് ഞാൻ ഹറിബറിയായിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുത്തെങ്കിലും അവർ 8:30 വരെ ഷോപ്പുള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരം അവരും അവിടെ ഷോപ്പിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ്. മൊത്തത്തിൽ കൺഫ്യൂഷനായെങ്കിലും 2 എണ്ണം ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായി. ഡാർക്ക് വയലറ്റിൽ തന്നെ ഒരു സൽവാറും പിന്നെ ബ്ലാക്കും. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതിലേതായിരുന്നു എനിക്ക് ബെറ്റർ എന്ന്. ഈ മരാഷ് ബോട്ടിക്ക് 3 സിസ്റ്റേഴ്സ് ഒരുമിച്ച് നടത്തുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവരുടെ ഷോപ്പ് വരുന്നത് കൊച്ചിയിലാണെങ്കിലും ഓൺലൈനായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ തിരക്ക് പിടിച്ചൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇനി നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്നെ കണ്ണുറക്കുമ്പോൾ കാണുന്നത് ഈ ആനനെ കൊണ്ടുപോകണമാണ്. മക്കൾ നല്ല ഉറക്കമാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ 5:30 മണിയായിട്ടുണ്ടാവുള്ളൂ. വെട്ടം ഉണ്ടായില്ല. വെട്ടം വെച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഒരു വളാഞ്ചേരി ആ സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടി കയറി. അതിൽ നാസ്തയൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. നാസ്തയും കഴിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ടിഷ്യൂ കിട്ടിയതായിരിക്കും എന്നെ കൊണ്ടൊന്ന് കാണിക്കണമായിരുന്നു. ഇവിടെ നേരെ നമ്മൾ എവിടെയാണ് പോണേന്ന് പറഞ്ഞില്ല അല്ലേ, നമ്മൾ കാലിക്കറ്റേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബീച്ച് സൈഡിലെ ഒരു റിസോർട്ടിലാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഈ കാലിക്കറ്റ് വന്നത് തന്നെ. അങ്ങനെ റിസോർട്ടിലെത്തി. കാറ് അകത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല, സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷേ കടലേറിയിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞെടുക്കുവാണ്. ഇപ്പോൾ റിസോർട്ടിൽ ഫസ്റ്റ് കയറിയപ്പോൾ അവൻ കാണുന്നത് പൂളാണ്. റൂമിലേക്ക് പോലും കയറിയില്ല. ഫസ്റ്റ് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് കയറി. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.